രണ്ടാമത്തെ ടെസ്റ്റിൽ ഓസ്ട്രേലിയ കംപ്ലീറ്റ്ലി ഡൊമിനേറ്റ് ചെയ്യുന്നൊരു കാഴ്ച, ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബോളർമാരെ ഡൊമിനേറ്റ് ചെയ്യുന്നൊരു കാഴ്ച, ലബുഷൈൻ ഇന്ത്യൻ ബോളർമാരെ ഡൊമിനേറ്റ് ചെയ്യുന്നൊരു കാഴ്ച, അതുപോലെ തന്നെ സ്റ്റാർക്കും കമിൻസും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ നല്ല രീതിക്ക് ഡൊമിനേറ്റ് ചെയ്യുന്നൊരു കാഴ്ച. അപ്പോൾ ഇന്ത്യയുടെ വെല്ലുവിളി അതിനെ പോസിറ്റീവായ സെൻസിലെടുത്ത് അതിനെ അതിൻ്റേതായ രീതിയിൽ മറുപടി കൊടുക്കുന്നത്, അതായത് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് മറുപടി കൊടുക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ടീമിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ജയമായാലും തോൽവിയായാലും രണ്ട് ടീമിനെയും നല്ല രീതിക്ക്, അതായത് WTC ഫൈനലിലോട്ട് ഉള്ളൊരു എൻട്രിക്ക് നല്ല രീതിക്ക് ബാധിക്കും. എസ്പെഷ്യലി അത് നല്ല രീതിക്ക് ബാധിക്കും ഇന്ത്യനെ തന്നെയാണ്. കാരണം ഓസ്ട്രേലിയക്ക് ഒരു ശ്രീലങ്കൻ സീരീസ് കിടക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യക്ക് ഇനി വേറെ സീരീസുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിലെ ഒരു വിജയം തന്നെ ഇന്ത്യക്ക് അനിവാര്യമാണ്. ഗാബയിൽ ജയിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു ടാസ്ക്കാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ കളിക്കാരുടെ ഒരു മോശം ഫോമും കാര്യങ്ങളും ഓസ്ട്രേലിയക്ക് ഇപ്പോൾ നല്ലൊരു മുൻതൂക്കം വന്നിട്ടുണ്ട്. അവരെല്ലാ കളിക്കാരും ഒരു ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കാണ് കുറച്ച് മുൻതൂക്കം. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം, ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യ ഗാബയിൽ പോയിട്ട് നേടിയ ഒരു ചരിത്ര വിജയം. അന്ന് ഇന്ത്യക്ക് വേണ്ടി ബാറ്റിങ്ങിൽ ചുക്കാൻ പിടിച്ച ഋഷഭ് പന്ത് ഇന്നും ഇന്ത്യൻ ടീമിനോടൊപ്പം ഉണ്ട്. വീണ്ടും അത് ആവർത്തിക്കുമോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ തന്നെ അവരുടെ ആ ഒരു ഗ്രൗണ്ടിലെ ആ ഒരു ചരിത്രം നിലനിർത്തുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.